ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്റ്റോക്ക് വരുമ്പം ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും നമ്മുടെ ഈ ഷോപ്പിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്നുള്ളത്. അതാണ് കൂടുതൽ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇന്ന് കുറച്ച് പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വരാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല. ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരണം, ഇവിടെ വരാൻ പറ്റത്തില്ല, അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് തരാം, അതിന്റെ പ്രോഡക്ട്സ് അയച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് ഇപ്പൊ പാലായിൽ തുടങ്ങിയിട്ട് ഒരു 30 വർഷത്തിന് മേളിലായി. നമുക്ക് വേറെ ഒരിടത്തും ബ്രാഞ്ചുകളില്ല. കാരണം പലരും ചോദിക്കുന്നുണ്ട് അവിടെയുള്ളത് നിങ്ങളുടെ ഷോപ്പാണോ, ഇന്ന സ്ഥലത്തുള്ളത് നിങ്ങളുടെ ഷോപ്പാണോ എന്നൊക്കെ. അപ്പൊ നമുക്ക് തോംസൺ ഇലക്ട്രോണിക്സ് ഈ ഒരു പാലായിലുള്ള ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ബ്രാഞ്ചസ് ഒന്നും നിലവിലില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഫോൺ നമ്പർ നമുക്ക് അവൈലബിൾ ആണ്. അതായത് BSNL ലാൻഡ് ഫോൺ ആണ്, ഇത് ലാൻഡ് ലൈൻ നമ്പർ ആണ്. അപ്പൊ BSNLന്റെ കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ അവൈലബിൾ ആണ്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, 2-3 പേര് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ നിലവിലില്ല എന്നാ പറയുന്നതെന്ന്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഡയൽ ചെയ്യുന്ന നമ്പർ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഇത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇനി ബാക്കി പ്രോഡക്ട്സ് കാണാം. അപ്പൊ ഇന്നത്തെ നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ്, മൾട്ടി പിൻ വിത്ത് USB സോക്കറ്റ്. അപ്പൊ ഇത് നമ്മുടെ ഇന്റർനാഷണൽ പ്ലഗ് ആണ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് പോകാനുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇന്റർനാഷണൽ പ്ലഗ്, അതില് USB സോക്കറ്റും കൂടെ, 2 USB പോർട്ടും കൂടെ ഉള്ള കൂട്ട് മൾട്ടി പിൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇത് മൈക്കാണ്. ഇത് വയർലെസ് മൈക്കാണ്. അതിന്റെ 2 മോഡല് വയർലെസ് മൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ അഹൂജയുടെ മൈക്ക് വന്നിട്ടുണ്ട്. അഹൂജയുടെ മൈക്ക് വിത്ത് വയർ കോഡുള്ള മൈക്കാണ് അഹൂജയുടെ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മൊബൈൽ സ്റ്റാൻഡ്. ഇത് ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ, നമുക്ക് വെറുതെ ഇങ്ങനെ ടേബിളിൽ വെക്കാം. അതില് 4 രീതിയിലുള്ള, അതായത് ഫോണിന് കട്ടി കൂടി കട്ടി കുറഞ്ഞു അല്ലെങ്കിൽ ടാബ് അങ്ങനെ എല്ലാം വെക്കാവുന്ന രീതിയിലുള്ള ചെറിയ മൊബൈൽ സ്റ്റാൻഡ്. പിന്നെ വന്നിരിക്കുന്നത് സ്പീക്കറാണ്. നമുക്ക് കമ്പ്യൂട്ടറിനും TV-ക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്പീക്കർ, കമ്പ്യൂട്ടർ സ്പീക്കർ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ TV-യുടെ സ്പീക്കർ പോയി അല്ലെങ്കിൽ TV-ക്ക് സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ TV-യിൽ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള സ്പീക്കറാണിത്. പിന്നെ വന്നിരിക്കുന്നത് ഫിലിപ്സിന്റെ ട്രിമ്മർ വന്നിട്ടുണ്ട്. അപ്പൊ ട്രിമ്മറിന്റെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 10 സെറ്റിംഗ്സ് ഉള്ള ഫിലിപ്സിന്റെ ട്രിമ്മറാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് മൈക്കാണേ. അപ്പം ഇതൊക്കെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള മോഡലുകളായിരിക്കും. 2 മോഡൽ വന്നിട്ടുണ്ട്, ഓക്സ് ഉള്ളതും ഓക്സ് ഇല്ലാത്തതും, അങ്ങനെ 2 മോഡൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബ്ലൂടൂത്ത് മൈക്ക്. ഇനി അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാം, ഇവത്തെ തന്നെ മൈക്കുണ്ട്. ഇത് നമ്മുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കരാക്കെ മ്യൂസിക് ഒക്കെ ഇട്ട് പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാനും, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമിന് ചെറിയ പ്രോഗ്രാമിനൊക്കെ അനൗൺസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന തരം മൈക്കുകളാണിത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, റീചാർജബിൾ ഫാന്. അതായത് ക്ലിപ്പുള്ള റീചാർജബിൾ ഫാന്, നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഫാനാണ് ഈ വന്നിരിക്കുന്നത്. സിപ്പെയർ ക്ലിപ്പ് ഫാൻ എന്ന് പറയും. ഇതൊക്കെ 1 ഇയർ വാറണ്ടി ഉള്ളതാണ് കേട്ടോ. ഇപ്പം വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാലും ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ കൗണ്ടറിൽ വെച്ച് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതേ. വാറണ്ടി ഉള്ളതാണെങ്കിൽ കമ്പനി വാറണ്ടി തരും. വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് നിങ്ങൾ സ്പോട്ടിൽ വെച്ച് ചെക്ക് ചെയ്ത് തൃപ്തിപ്പെട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വന്നിരിക്കുന്നത് SMPS അഡാപ്റ്ററുകൾ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 12 വോൾട്ട് 5 ആംപിയറിന്റെ SMPS അഡാപ്റ്റർ. പിന്നെ ഉള്ളത് 12 വോൾട്ട് 2 ആംപിയറിന്റെ SMPS അഡാപ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് 12 വോൾട്ട് 3 ആംപിയറിന്റെ SMPS അഡാപ്റ്ററുകൾ. അപ്പൊ ഇതുപോലെ പല വോൾട്ടിലുള്ള പല ആംപിയറിലുള്ള SMPS അഡാപ്റ്ററുകൾ നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഇത്രയാണ് ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്ന അഡാപ്റ്ററുകൾ. പിന്നെ വന്നിരിക്കുന്നത് AC കോഡ്. ഇത് പാരാസ് AC കോഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ റേഡിയോയ്ക്കും നമ്മുടെ കൊതുക് ബാറ്റ്, ചില എമർജൻസി ലൈറ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ഉപയോഗിക്കാനുള്ള AC കോഡുകളാണിത്. പിന്നെ വന്നിരിക്കുന്നത് ഡിഷ് ടിവിയുടെ റിമോട്ട്.
പിന്നെ ഫിലിപ്സിന്റെ AC കോഡ് വന്നിട്ടുണ്ട്. ഇതും നമ്മൾ റേഡിയോയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫിലിപ്സ് AC കോഡ്. പിന്നെ വന്നിരിക്കുന്നത് അത് വീണ്ടും കമ്പ്യൂട്ടർ സ്പീക്കർ തന്നെ. അപ്പൊ ഈ കമ്പ്യൂട്ടർ സ്പീക്കർ ഇപ്പൊ 2 തരം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം USB ആണ്, USB പോർട്ടിൽ കുത്തിയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കറണ്ടയിൽ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. 2 പിൻ ആണ് വരുന്നത്, 2 പിൻ AC കോഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കറണ്ടയിൽ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേത് നമുക്ക് USB പോർട്ട് ഉള്ള സെറ്റിൽ കുത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഈ 2 സ്പീക്കറും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇന്നത്തെ സ്റ്റോക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഫിലിപ്സിന്റെ ഹെയർ ഡ്രയർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹെയർ ഡ്രയർ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹെയർ ഡ്രയറിന്റെ പല മോഡല്, ഏകദേശം 3 മോഡൽ ഫിലിപ്സ് ഹെയർ ഡ്രയേഴ്സ് അവൈലബിൾ ആണ്. 3 മോഡൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, വർക്കിംഗ് ഒക്കെ, അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. ഇതിപ്പോ ഒരു മോഡല് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് സെബ്രോണിക്സിന്റെ 5.1 ഹോം തിയേറ്റർ. അപ്പൊ ഇതും വാറണ്ടി ഉള്ള ഹോം തിയേറ്റർ ആണ് 5.1. പിന്നെ സെബ്രോണിക്സിന്റെ തന്നെ 2.1 ഹോം തിയേറ്റർ, അതുപോലെ ഇംബെക്സിന്റെ ഹോം തിയേറ്റർ, സൗണ്ട് ബാർ, അങ്ങനെ വിവിധ മോഡലിലുള്ള ഹോം തിയേറ്റേഴ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 2.1, 5.1 അങ്ങനത്തെ ഹോം തിയേറ്റേഴ്സ്, പിന്നെ സൗണ്ട് ബാർ ഒക്കെ പല കമ്പനികളുടെ അവൈലബിൾ ആണ്. പിന്നെ ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കുറെ എക്സ്റ്റൻഷൻ ബോക്സുകളാണ്. അപ്പൊ എക്സ്റ്റൻഷൻ ബോക്സ് എന്നും പറയും, ഫ്ലെക്സ് ബോക്സ് എന്നും പറയും കേട്ടോ ഇതിന്. അപ്പൊ അത് പല ടൈപ്പ് ഉണ്ട്. അതായത് 2 സോക്കറ്റ് 2 പിന്ന് വരുന്നുണ്ട്, 3 സോക്കറ്റ് 3 പിന്ന് വരുന്നത്, 4 സോക്കറ്റ് 4 പിന്ന് വരുന്നത്, പിന്നെ നമ്മുടെ സാധാ മോഡല് റൗണ്ടിലുള്ളത്, റൗണ്ടിന്റെ തന്നെ 2 പിന്നിന്റെ ഉണ്ട്, 3 പിന്നിന്റെ ഉണ്ട്. അതിപ്പം വയറിന്റെ ലെങ്ത് അനുസരിച്ച് അങ്ങനെ പല മോഡലുള്ള എക്സ്റ്റൻഷൻ ബോക്സുകളാണിത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിലുള്ള ഫ്ലെക്സ് ബോക്സ് ആണ് എക്സ്റ്റൻഷൻ ബോക്സുകൾ കണ്ടോ. ഇത് നമുക്ക് ഇതിനകത്ത് റൗണ്ട് പിന്നും സ്ക്വയർ പിന്നും കുത്താനുള്ള സോക്കറ്റ് ആണ് വരുന്നത്. ഓരോ സോക്കറ്റിനും ഓരോ സ്വിച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ വയർ കണ്ടോ, നല്ല ഗേജ് ഉള്ള വയറുകളാണ്. നമുക്ക് അത്യാവശ്യം ഇച്ചിരി ലോഡ് എടുക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് ഇതിൽ കുത്താനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ തന്നെ ഇപ്പം 2 മീറ്റർ ലെങ്തിലുള്ളത് വരുന്നുണ്ട്, 5 മീറ്റർ ലെങ്തിലുള്ളത് വരുന്നുണ്ട്, 10 മീറ്റർ ലെങ്തിലുള്ളത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരും അവരുടെ ആവശ്യം അനുസരിച്ച് വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ വാങ്ങുമ്പം വയറൊക്കെ ഇത്തിരി ഗേജ് ഉള്ളത് വാങ്ങിക്കുവാണെങ്കിൽ കൂടുതൽ സേഫ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം അയൺ ബോക്സ് കൊടുക്കണം, ഫാന്, TV അങ്ങനെ പലതും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിൽ അപ്പൊ ലോഡ് എടുക്കുമ്പം വയർ കത്തിപ്പോകാത്ത രീതിയിലുള്ള നല്ല എക്സ്റ്റൻഷൻ ബോക്സുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് 2 പിന്ന് സോക്കറ്റും 2 മീറ്റർ 3 പിന്ന് സോക്കറ്റും അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ നേരത്തെ തൊട്ട് ഉള്ള മോഡലുകളാണ്. റൗണ്ട് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയും, റൗണ്ട് ഫ്ലെക്സ് ബോക്സുകൾ. അപ്പൊ ഇവത്തേല് നമുക്ക് ഒരു 3 പിന്നും 2 2 പിന്നുമാണ് വരുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ഒരു 3 പിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 പിന്ന് കുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവത്തേല്, ഇതിങ്ങനെ അടുപ്പിച്ച് വരുന്നതുകൊണ്ട്. അപ്പൊ മിക്കവാറും 2 2 പിന്നൊക്കെ കൊടുക്കാനാണ് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവത്തേല് മൾട്ടി പിന്ന് കുത്തിയിട്ട് വേറെ കുത്തിയെടുക്കണം. ഒരു എക്സ്ട്രാ മൾട്ടി പിന്നും കൂടെയൊക്കെ വാങ്ങേണ്ടി വരും. അപ്പം ഇതിനൊക്കെ ആകുമ്പോൾ വയറിന് അത്ര ഒരു ഗേജ് വരത്തില്ല. ഇപ്പം നമ്മൾ അയൺ ബോക്സ് ഒക്കെ കുത്താനാണെങ്കിൽ ഇത് കുറച്ച് ചിലപ്പോൾ പെട്ടെന്ന് അധികം നാൾ ഈട് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. ലോഡ് കൂടുമ്പോൾ പെട്ടെന്ന് വയർ കത്തിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പിന്നിന്റെയാണ് വരുന്നത്. നമ്മള് പവർ കൊടുക്കാനുള്ള അവിടുത്തെ പിന്നെ 3 പിന്നാണ്. അപ്പൊ ഇതിന്റെയൊക്കെ 2 പിന്നാണ് വരുന്നത്, ഇത് 3 പിന്നാണ് വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ വയറെന്ന് പറയുമ്പം മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള വയറാണ്, കുറച്ചുകൂടെ ഗേജ് ഉള്ള വയറാണ്, നമുക്ക് കുറച്ചുകൂടെ ലോഡൊക്കെ എടുക്കും. അങ്ങനെ ഓരോ എക്സ്റ്റൻഷൻ ബോക്സും വ്യത്യാസമുണ്ട്. പിന്നെ ചിലർക്ക് അതൊന്നും വിഷയമല്ല, നമുക്ക് ഏറ്റവും വില കുറഞ്ഞത് മതി എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ചിലർ പറയും വില ഇത്തിരി കൂടിയാലും വേണ്ടിയല്ല, നല്ലത് മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ഇത് വേറൊരു മോഡല് 3 പിന്നിന്റെ തന്നെ 3 പിന്ന് വരുന്നത് 5 മീറ്ററിന്റെ. ഇപ്പൊ ഇത് കാണിച്ചത് 3 പിന്നിന്റെ തന്നെ 10 മീറ്റർ വരും വയർ ലെങ്ത്. ഇത് 2 പിന്നിന്റെ 10 മീറ്റർ വയർ വരുന്ന കൂട്ട് ഒരു ഫ്ലെക്സ് ബോക്സ് ആണ്. ഇതൊക്കെ 2 പിന്നിന്റെ തന്നെ 5 മീറ്റർ 4 മീറ്റർ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഈ ടൈപ്പ് നമുക്ക് 4+4 അതായത് 4 പിന്നും 4 സോക്കറ്റും 10 മീറ്റർ ലെങ്ത് വരെ നമുക്ക് റെഡിമെയ്ഡ് എക്സ്റ്റൻഷൻ ബോക്സുകൾ അവൈലബിൾ ആണ്.
ഇനി നമുക്ക് കുറച്ച് ലോഡ് കൂടിയ ഐറ്റംസ് ആണ് കുത്തിയെടുക്കേണ്ടതെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള മെഷീന് അങ്ങനെയുള്ളതൊക്കെ കുത്തണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ആംബിയർ കൂടിയ എക്സ്റ്റൻഷൻ ബോക്സുകൾ വേണം. ഇത് 16 ആംബിയറിന്റെ എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. അപ്പൊ ഇത്ര എക്സ്റ്റൻഷൻ ബോക്സുകളാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതിന്റെ വയറിനൊക്കെ നല്ല ഗേജ് ആയിരിക്കും. ഇതാ ഇങ്ങനെ ഇരിക്കും അത്. ഇത് 2 പിന്നും 2 സോക്കറ്റുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് പവർ പ്ലഗോട് കൂടിയാണ് വരുന്നത്. ഇതൊക്കെ പവർ കൂടിയ മിഷൻ അങ്ങനത്തെ സംഗതികളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെയാണ് എക്സ്റ്റൻഷൻ ബോക്സ് കുത്തി ഉപയോഗിക്കുന്നതെങ്കിൽ ഷോപ്പിൽ വരുമ്പോൾ കൃത്യമായിട്ട് ആ കാര്യം പറയണം. നമുക്ക് ഇങ്ങനത്തെ ഇത്രയും പവർ ഉള്ള പ്രോഡക്റ്റ് സാധനം കുത്താനാണെന്ന് പറഞ്ഞാലാണ് കടക്കാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ചിലർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് പവർ കൂടിയ മെഷീനാന്നൊന്നും പറയല്ല, ചിലപ്പോ ഇതുപോലത്തെയൊക്കെ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കത്തി പോകത്തേ ഉള്ളൂ, പൈസ പോകും. അതുകൊണ്ട് മേടിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇത്തിരി പൈസ കൂടിയാലും നല്ല പ്രോഡക്റ്റ് നോക്കി, എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ നല്ലത് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന പ്രോഡക്ട്സ്. ഇനി നമുക്ക് വേറെ കുറച്ച് പ്രോഡക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.